ഇലക്ഷൻ കാലങ്ങളിൽ ഒരുപാട് തമാശകൾ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ കേരളത്തിൽ നോക്കിക്കാണുന്ന ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, മുസ്ലിം സമൂഹത്തിൻ്റെ രക്ഷകനായിട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിക്കുന്നതാണ്. റാലികൾ നടത്താൻ പോകുന്നു, വലിയ പൊതുസമ്മേളനം നടത്തുന്നു, മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള ഒരു ഒരു ബത്ത ഒരു ഒരു ഒരാക്രമണവും അദ്ദേഹം പുറക്കത്തില്ല. CA ഇവിടെ എന്തായാലും നടപ്പാക്കത്തില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങളോടുകൂടി വരികയാണ്. കാരണം എന്താ, ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഏതെങ്കിലും വോട്ട് വാങ്ങണം. ഇതൊരു 4 വോട്ടിന് വേണ്ടി ചെയ്യുന്ന വൃത്തികേടെന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യമുള്ളതല്ല. ഇത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല ഇതുപോലെ ഇത് നടപ്പാക്കത്തില്ല എന്നൊന്നും. കാരണം അതിനുള്ള അധികാരമൊന്നും അദ്ദേഹത്തിനില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ആ അധികാരം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന അദ്ദേഹത്തിന് അറിയാം, ഇതറിയാൻ വയ്യാതൊന്നുമല്ല. പിന്നെ ഇത് പ്രീണനമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മളൊന്ന് പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. മുമ്പ് കഴിഞ്ഞ CAക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അതിനെ യഥാർത്ഥത്തിൽ അത് നയിച്ചെന്ന് പറയുന്നത് തന്നെ ഞാനാണ് കേരളത്തിൽ. അതുപോലെ അതായത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുപോവുകയും ചെയ്തു, ഞാൻ പോയി പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രിക്ക് ഇത് സഹിച്ചില്ല. അപ്പം മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ, അത് ഞാനിത് ഓർമ്മിപ്പിക്കാൻ കാരണം, ഇത് ജനങ്ങൾ മുസ്ലിങ്ങളൊന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ എന്തെന്നറിയോ, എന്നെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് 24 ന്യൂസ് ചാനലിലേക്ക് വേണ്ടി എന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അത് ഞാനത് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച്. പഴയതൊന്ന് എടുത്ത് നോക്കിയാൽ കാണാം, എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാന്ന് പറഞ്ഞു. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ അറിയാൻ വയ്യ എന്ന് നടിക്കുകയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന, അതിൻ്റെ ഈ ഇസ്ലാമി എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ കുഴപ്പം പിടിച്ച ഒരു കാര്യം പോലെ തോന്നുകയാണ്. അതൊന്നുമല്ല. അവർ ഈ മതപരമായ ചടങ്ങുകളിലൊക്കെ ഒരു കുറച്ചുകൂടെ പ്രത്യേകത കാണിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളതല്ലാതെ വേറൊന്നും അതിനകത്തില്ല. അവരൊരു ഭീകര സംഘടനയൊന്നും അല്ല, ഒരു കാര്യമുള്ളതല്ല. ഇനി ആണെന്ന് പറഞ്ഞാൽ ഞാനിതൊന്നും അല്ല. അപ്പം ഞാൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു മുസ്ലിം ആണെന്നേ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണെന്നോ സുന്നിയാണെന്നോ പിന്നെ ഇതേപോലെ ഈ മുജാഹിദാണെന്നോ എന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും അറിയത്തില്ല. ഞാനൊരു മുസ്ലിമാണ് എന്നേ എനിക്ക് പറയാൻ ഒക്കുള്ളൂ. കാരണം ഈ എല്ലാ ആചാരങ്ങളും എല്ലാ വിഭാഗങ്ങളുടെ ആചാരങ്ങളും അതുപോലെ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ആരും പറയുന്നത് കേട്ടിട്ടുണ്ടൊന്നുമല്ല. പിന്നെ സുന്നി വിഭാഗത്തിലാണ് ഞാനും എൻ്റെ കുടുംബമൊക്കെ പെട്ടിരുന്നത് നേരത്തെ ഉള്ളത്. അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പള്ളികളിലൊക്കെ ഞാൻ പോകുന്നത് എപ്പോഴും. എന്ന് പറഞ്ഞ് വേറെ പള്ളി പോകത്തില്ലെന്നല്ല, വേറെ പള്ളി ഇല്ലാത്ത സ്ഥലത്തോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോകും, അതേ ഉള്ളൂ കാര്യം. പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണെന്ന് പറഞ്ഞു എനിക്ക്. ഓക്കെ, അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്നറിയോ, വളരെ രസകരമായ ഒരു സംഭവം അന്നുണ്ടായിട്ടുണ്ട്. അത് ഓർക്കാനാണ് ഞാനിത് പറയുന്നത്. അതായത് CAക്ക് അനുകൂലമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇത് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ വിശദീകരണ യോഗങ്ങൾ കൂടും. അതായത് ഇതിന് എതിരെ CAക്കെതിരെ ഉള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ തന്നെ ഇവർ എതിർഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ വിശദീകരണ യോഗങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് CA വരുന്നത്, CA എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല, നമ്മൾ ഈ പാല് കുടിക്കുന്നത് പോലെയുള്ളൂ ഉള്ള കാര്യമാണ്, ഏറ്റവും നല്ലതാണ്, അപ്പം നമ്മുടെ ഭരണഘടനാനുസൃതമാണ് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇവരോരോ മീറ്റിംഗ് വിടും. അങ്ങനെ മീറ്റിംഗ് കൂടുമ്പോൾ എന്താണെന്നറിയോ, ഈ മുസ്ലിം ജനസമൂഹം ഉള്ളിടത്ത് അവർക്കിത് കേൾക്കാൻ ഇഷ്ടമല്ല. അവർ കടകളടയ്ക്കും. ആ കടകളടയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, അതിനെതിരെ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ്, അതായത് ആഭ്യന്തര വകുപ്പ് കേസെടുത്തു എന്നുള്ളതാണ്. എത്രയോ പേരുടെ പേര് കേസെടുത്തു കടയടയ്ക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ഇത് പോയിരുന്ന് കേൾക്കണം. അങ്ങനെ പറഞ്ഞ ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ പ്രക്ഷോഭമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ, അന്ന് മുസ്ലിങ്ങളോടൊപ്പം ഒന്നും അല്ലായിരുന്നല്ലോ. അന്ന് പ്രശ്നമില്ല, കാരണം അന്ന് ഇലക്ഷൻ ഇല്ല. ഇപ്പം ഇലക്ഷൻ വന്നപ്പോൾ ഒരു 4 വോട്ട് വേണം, അതിന് ഈ പിച്ചച്ചട്ടിയായിട്ട് നീട്ടുമല്ലോ എല്ലായിടത്തും എന്ന് പറയുന്നത് പോലെ നോക്കിയപ്പോൾ മുസ്ലിങ്ങളെ ഒന്ന് പീഡിപ്പിക്കാൻ ഉള്ള ഒരവസരമായിട്ട് ഇത് മാറ്റുകയാണ്. ഇത് മുസ്ലിം ജനവിഭാഗം തിരിച്ചറിയണം. ഈ ഇരട്ട താപ്പ്, ഈ കള്ളനാണയങ്ങളെ ഒന്ന് തിരിച്ചറിയണം. ഇത് അവരെ ആരെയും സഹായിക്കാനൊന്നുമല്ല, ഇവരാരും സഹായിക്കാനൊന്നും വരത്തില്ല ഒരു കാരണവശാലും. അത് ആദ്യം മനസ്സിലാക്കണം. അവരവരുടെ കാര്യം സേഫാക്കുന്നതല്ലാതെ ഒരു കാരണവശാലും ഈ സമൂഹത്തെ ഒന്നും രക്ഷപ്പെടുത്താനൊന്നും അവർ വരുന്നില്ല. ഒന്നുമില്ല, വെറുതെ പറയുന്നതാണ്.
ഇത് ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പേരുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പൊ അമർന്ന് പോയല്ലോ, ഒരു കുഴപ്പമില്ല. കേജ്രിവാൾ അകത്ത് കിടക്കുകയാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ ഒരു പ്രശ്നവും വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? കാണിക്കും. അതായത് നമ്മൾ പണ്ട് പറയും ഈ കൊല്ലനും കൊല്ലത്തെയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നടക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു, ഉടനെ ഇരിക്കുക പതുക്കെ കൊല്ലൻ അവിടെ ഇരിപ്പുണ്ട്, കൊല്ലത്തി ഇരിപ്പുണ്ട്, കൊല്ലത്തി മുറത്തിനകത്ത് ഏതാണ്ട് അരിയോ ഏതാണ്ടൊക്കെ ഒന്ന് പരത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഉടനെ ഇയാൾ വരുന്നത് ഈ രണ്ട് കൂട്ടർക്കും ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കണം. അതിനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കൊല്ലൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുക. കൊല്ലത്തി എടുത്ത് നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, നീ പറഞ്ഞാൽ കേൾക്കാതെ, നീ അഹങ്കാരിയാണ്, നീ വലിയ പ്രശ്നക്കാരിയാണ്, നീ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം ഒരടിയും കൊടുത്തു കൊല്ലത്തേക്ക്. ഇത് കേട്ടിട്ടുണ്ടെന്നെ മറ്റേ ആൾക്ക് ആകെ ഈ വന്ന ആൾക്ക് വിഷമം, എടാ ഞാനിങ്ങനെ വന്ന് കയറി ഇവിടെ ബഹളവുമാണ്. അപ്പം ഇവരുണ്ടല്ലോ ദേഷ്യം വന്ന് ഈ കൊല്ലത്തി ഉണ്ടല്ലോ കയ്യിലിരുന്ന മുറം അതിനകത്തുള്ളത് എടുത്തൊരൊറ്റ അങ്ങോട്ടൊരൊറ്റ എറി കേട്ടോ. അതിലെ സാധനങ്ങളൊന്നും പോയില്ല മുറത്തിലെ. ഉടനെ ഇയാൾ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഈ കൊല്ലം പറഞ്ഞ് എടുത്ത് പറയുക, നോവാതെ അടിച്ചത് കണ്ടോ എന്നുവെച്ചാൽ നോവാതെ അടിച്ചതാണ്. ഉടനെ കൊല്ലത്തി പറയുന്നു, തൂവാതെ എറിഞ്ഞത് കണ്ടോ, കാരണം ഇതൊന്നും പോയില്ല, നഷ്ടം വന്നില്ല. ഉടനെ ഇല്ല പോയെന്ന് പറഞ്ഞ ആളില്ലേ, അയാൾ മറവിന്ന് ഇങ്ങോട്ട് പതുക്കെ വന്നിട്ട് പോവാതെ നിന്നത് കണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന കഥയെ എനിക്ക് ഓർമ്മ വരുന്ന ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ കൊല്ലനും കൊല്ലത്തെയും കളി നടക്കുകയാണ്. അവർ തമ്മിൽ നീക്കുപോക്കുകൾ ഒത്തുതീർപ്പുകൾ എല്ലാം ആയി. അദ്ദേഹത്തിൻ്റെ കാര്യം ഏതാണ്ട് സേഫ് ആക്കാനായിട്ട് അറിയാം. പിന്നിനി ഇറങ്ങുന്നത് എന്താണ്? വലിയ പ്രശ്നമൊന്നും വരാത്ത വിധത്തിൽ CA ഇവിടെ എന്തായാലും അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല, CA നടപ്പാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് ഈ മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാനാണ്. കടയടയ്ക്കുന്നവർക്ക്, അതായത് CAക്ക് അനുകൂലമായിട്ടുള്ള വിശദീകരണ യോഗങ്ങൾ കേൾക്കാൻ മനസ്സില്ലാതെ കടയടയ്ക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്ത ആളാണ് ഇപ്പൊ ഇത് പറയുന്നത്. ആ കേസുകൾ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആ കേസുകൾ കടയടച്ചതിന് കേസുകളുണ്ട്. എത്രയോ സ്ഥലത്ത് കേസെടുത്തു. അത് പറഞ്ഞതിനാണ് പറഞ്ഞത് എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണെന്ന്. അങ്ങനെ കരുതിക്കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ CAക്കെതിരെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ഇത് ഉപദ്രവമാണ്. ഇത് മുസ്ലിങ്ങളെ ഒന്നും അല്ല ബാധിക്കാൻ പോന്നേ, മുസ്ലിങ്ങളെ ബാധിക്കും, അതേപോലെ ഒരുപാട് ആളുകളെ ബാധിക്കും കേട്ടോ. ഇത് ഈ ക്രിസ്ത്യാനികളെയൊക്കെ ധാരാളം ഇത് വെച്ച് അവർ ഉപദ്രവിക്കപ്പെടും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ പറയുന്നത് എന്താണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് ഇവിടെ ആർക്കും ഇതുമൂലം പൗരത്വം നഷ്ടപ്പെടത്തില്ലെന്ന്. ശരിയായിരിക്കും. പക്ഷെ ഈ പൗരൻ ആരാന്ന് അവർ പറയും. അതാണ് അവിടുത്തെ പ്രശ്നം. പൗരൻ ആരാണ് എന്ന് ഞങ്ങൾ കാണിക്കും, അവരെ പൗരത്വം നഷ്ടപ്പെടത്തില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഈ രീതിയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രസ്താവനകളാണ് ഈ നടക്കുന്നതൊക്കെ. അപ്പം മാത്രമല്ല, ഇതിനകത്തുള്ളത് ഈ ആർട്ടിക്കിൾ 14 ഏറ്റവും വലിയ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വകുപ്പാണിത്. ആർട്ടിക്കിൾ 14 ഹനിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആർട്ടിക്കിൾ 13(2) ഭരണഘടനയുടെ അതനുസരിച്ച് ഈ നിയമം നിയമസാധുത ഇല്ലാത്തത് തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നതും. ഞാൻ നിയമപ്രകാരം ഞാൻ പറയുന്നത് അതാണ്, നിയമാനുസരണമായിട്ട്. പക്ഷേ ഇതിൽ നിന്നൊരു തീരുമാനമൊന്നും എളുപ്പമൊന്നും സുപ്രീം കോടതിയിൽ നിന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണെന്നറിയോ? ഈ ക്ലാസിഫിക്കേഷൻ ഒഴിവാക്കിയ ആളുകൾക്ക് ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം. ഇത് റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ പെർസിക്യൂഷൻ, റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന ആളുകളുടെ ആണെന്ന് പറഞ്ഞു. ആണെന്നുണ്ടെങ്കിൽ അയൽ രാജ്യങ്ങളെന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങൾ മാത്രമല്ല അയൽ രാജ്യങ്ങൾ. ഇവിടെ ചൈനയുണ്ട് നമുക്ക്, അതേപോലെ തന്നെ ടിബറ്റ്, പിന്നെ ഭൂട്ടാൻ, അതേപോലെ തന്നെ നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുണ്ട്, ചൈന, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന മ്യാൻമാർ, ഏറ്റവും ഭയങ്കരമായിട്ട് റിലീജിയസ് പെർസിക്യൂഷൻ മുസ്ലിങ്ങൾക്കെതിരെ, രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന രാജ്യം എന്ന് പറയുന്നത് മ്യാൻമാറാണ്, പഴയ ബർമ്മ. അപ്പോൾ അത് അവിടുന്ന് അവരെ ഒന്നും നോക്കാതെ ആണ് ഈ. അപ്പോൾ അത് റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റുമോ? തെറ്റാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനിലൊക്കെ പെർസിക്യൂഷൻ നേരിടുന്ന അഹമ്മദിയ വിഭാഗമുണ്ട്. അഹമ്മദിയ അവർ മനുഷ്യരല്ലേ? ഷിയ വിഭാഗക്കാരുണ്ട്, മൈനോറിറ്റീസാണ് അവരൊക്കെ.
അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കുന്നത് റീസണബിൾ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുമോ? അപ്പോൾ റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഇത് മുമ്പോട്ട് പോകാം. ചൗധരി കേസിലാണ് അത് വന്നിട്ടുള്ളത്. അത് മുമ്പോട്ട് പോകാം എന്നുള്ള ധാരണ തെറ്റാണ്, എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നിയമവ്യവസ്ഥ, നീതിന്യായ വ്യവസ്ഥ ശരിയായിട്ട് അത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതിന് ഞങ്ങളത് നടപ്പാക്കത്തില്ല, അത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇറങ്ങിയേക്കുകയാണ് എന്ന് പറയുന്നത് 4 വോട്ടിന് വേണ്ടി മാത്രമാണ് എന്ന് ജനസമൂഹം ഒന്ന് തിരിച്ചറിയണം.